അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെന്നും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലോകത്തിൽ തന്നെ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നില്ലേ എന്ന ഒരു ആശങ്ക നമ്മളിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ബേജാറുള്ള, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു പരലോകത്തിൽ അള്ളാഹുവിൻ്റെ സഹായവും കാരുണ്യത്തിൻ്റെ നോട്ടവും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 3 ആളുകളുടെ വിഷയത്തിൽ അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവരിലേക്ക് ഉണ്ടാവുന്നതല്ല. അതുമാത്രമല്ല, അള്ളാഹു അവരോട് സംസാരിക്കുക പോലുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബിമാരിരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് പറയാണ്, സലാസത്തുൻ, 3 ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ 3 ആളുകളോടും 3 വിഭാഗം ആളുകളോടും സംസാരിക്കുന്നതല്ല. വലാ യുസക്കീഹിം, അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ അള്ളാഹു നൽകേണ്ടതുണ്ടോ, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പരിഗണന കൊടുക്കേണ്ടതുണ്ടോ, ആ പരിഗണനയോ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടമോ ഒന്നും അവരിലുണ്ടാകില്ല. വല യൻദുറു ഇലൈഹിം, അവരിലേക്ക് അള്ളാഹു നോക്കുകയുമില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം ആവർത്തിച്ചു പറയണം. ആവർത്തിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ഇത് പറഞ്ഞു. അപ്പോൾ ആ സദസ്സിൽ മഹാനായ അബൂ ദർറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, ഖാബൂ വഖസിറൂ, അള്ളാഹുവിൻ്റെ റസൂലെ, അവർ നശിക്കട്ടെ, അവർ നാശത്തിലാണ്, അവർ അങ്ങേയറ്റം നഷ്ടക്കാരിൽ പെട്ടുപോയിട്ടുണ്ട്. അവരാരാണ്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടമോ അള്ളാഹുവിൻ്റെ സഹായമോ അള്ളാഹു നോക്കുകയോ അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കുകയോ ചെയ്യാത്ത ആ വിഭാഗം ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 വിഭാഗം ആളുകളെക്കുറിച്ച് പറയാണ്. അതിലൊന്നാമത്തെ വിഭാഗം അൽ മുസ്ബിൽ, വസ്ത്രം നെരിയാണിക്ക് താഴെ ആക്കിക്കൊണ്ട് നടക്കുക, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുക. ഒരു പക്ഷേ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ഒരു വാചകമായിരിക്കും അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടേറെ ഹദീസുകളിൽ എടുത്തു പറഞ്ഞ കാര്യമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് കണങ്കാല് വരെയാണ്, നെരിയാണിക്ക് മുകളിലാണ് ഉണ്ടാവുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണ, ഒരു തവണയല്ല, ഒരു തവണ പറഞ്ഞാൽ തന്നെ അത് നമുക്ക് മതനിയമമാണ്. എന്നാൽ ഒരുപാട് തവണ ഒട്ടേറെ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. വേറെയും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഈ ഒരു വാചകം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പല ആളുകളും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരുടെ നോട്ടത്തിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയാണ്. ഒരു പക്ഷേ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുമ്പോൾ എന്താണ് ഓൻ്റെ പാൻറ് ഇങ്ങനെ, ഓൻ്റെ കോലം നോക്ക് എന്നിങ്ങനെ മറ്റുള്ളവർ ആക്ഷേപത്തിൻ്റെ വാക്ക് പറയുമോ, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുമോ, നമ്മളെ പരിഹസിക്കുമോ എന്നൊക്കെയാണ് നമുക്ക് ഭയപ്പാടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ നോട്ടം, അള്ളാഹുവിൻ്റെ പരിഗണന, അള്ളാഹുവിൻ്റെ സംസാരം പോലും ഇല്ലാത്ത നിർഭാഗ്യവാന്മാരിൽ നാളെ പരലോകത്ത് നമ്മൾ എത്തിപ്പെടും. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷൻ,
എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അത് അധികരിപ്പിച്ചു എന്നുള്ളത് കൊണ്ടോ കുറച്ചുകൂടി താഴെയിട്ടു എന്നുള്ളത് കൊണ്ടോ കുഴപ്പമില്ല. ഇതാണ് ഒന്നാമത്തെ വിഭാഗമെങ്കിൽ, രണ്ടാമത്തൊരു വിഭാഗമുണ്ട്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പ്രവർത്തനം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ നോട്ടമോ അള്ളാഹുവിൻ്റെ സംസാരമോ അള്ളാഹുവിൻ്റെ പരിഗണനയോ കിട്ടാത്തതാണെങ്കിൽ അതേപോലെ ഒരു കാര്യമാണ് അൽ മന്നാൻ. അൽ മന്നാൻ എന്ന് പറഞ്ഞാൽ കൊടുത്തത് എടുത്തു പറയാം. സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അൽ മന്നാൻ എന്നുള്ളത്. എന്നാൽ ഒരു പടപ്പിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും വല്ല സഹായവും ചെയ്തിട്ട് പിന്നീട് ഞാൻ നിനക്കത് തന്നില്ലേ, ഞാനല്ലേ നിനക്ക് വീട് വെച്ച് തന്നത്, ഞാനല്ലേ നിനക്ക് വാഹനം വാങ്ങിത്തന്നത്, നിന്റെ ഭക്ഷണത്തിൻ്റെ കാര്യം അത് ഞങ്ങളല്ലേ ചെയ്തത് എന്നിങ്ങനെ ഏതെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് അതിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരു പക്ഷേ കുടുംബക്കാർക്കിടയിലാണ് ഈ ഒരു പ്രവർത്തനം കാര്യമായി നമ്മൾ കാണാറുള്ളത്. ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുടുംബം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവർ ഒരു പക്ഷേ സാമ്പത്തികമായി കുറച്ച് പ്രയാസത്തിലാണെങ്കിൽ എല്ലാ കുടുംബക്കാരും കൂടി അയാളെ ഒന്ന് പരിഗണിച്ച് അയാൾക്ക് വേണ്ട സൗകര്യമൊന്ന് ചെയ്തു കൊടുത്താൽ പിന്നീട് നമ്മൾ കേൾക്കുന്നത് കാണുന്ന സമയത്തൊക്കെ കുടുംബത്തിലുള്ള ഓരോരുത്തരും ഞങ്ങൾ തന്ന സൗകര്യമാണല്ലേ, നമ്മൾ ഉണ്ടാക്കി തന്ന വീടാണല്ലേ, നമ്മളല്ലേ അതിനു വേണ്ടി പണം മുടക്കിയത് എന്നിങ്ങനെ ചെയ്ത് പ്രവർത്തനങ്ങൾ അതിങ്ങനെ അത് എല്ലാവരോടും ഇങ്ങനെ ചൊല്ലിപ്പറയുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയോട് തന്നെ അതിങ്ങനെ പറഞ്ഞ് മേന്മ പറയുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കണം. നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ഒരിക്കലും ഞാൻ അത് ചെയ്തു തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണക്ക് പറയാനല്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ പിന്നീട് അത് നമ്മളിങ്ങനെ എടുത്തെടുത്ത് പറയാം, ഞാനല്ലേ നിന്നെ നോക്കിയത്, ഞാനല്ലേ നിനക്ക് സൗകര്യം ചെയ്തു തന്നത്. നമ്മൾ സത്യത്തിൽ എന്തിനാ നമ്മുടെ മക്കളെ നോക്കുന്നത്? അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ് അവർക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ കൊടുക്കുന്നതെന്തും അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കാവണം, അള്ളാഹുവിൻ്റെ നോട്ടത്തിനു വേണ്ടിയാവണം. എന്നാൽ നമ്മൾ തന്നെ അത് എടുത്തു പറയുകയാണെങ്കിലോ അള്ളാഹുവിൻ്റെ നോട്ടം പിന്നെ നാളെ പരലോകത്ത് കാരുണ്യത്തിൻ്റെ ആ ഒരു നോട്ടം നമ്മളിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തൊരു വിഭാഗമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച തൻ്റെ കച്ചവട ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി അയാൾ കള്ളസത്യം പറയാം. ഓരോ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് കള്ളസത്യം പറഞ്ഞിട്ട് വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഇത് ഇന്നലെ കൊടുന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണത്, ഏറ്റവും കുറവ് ഇവിടെയാണുള്ളത്, ഞങ്ങളാണ് ഓഫർ വെക്കുന്നത് എന്നൊക്കെ വല്ലാഹി പറഞ്ഞുകൊണ്ടും സുമ്മ വല്ലാഹി പറഞ്ഞുകൊണ്ടും അല്ലാഹുവാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടും പടച്ചോനാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ കള്ളസത്യം പറഞ്ഞിട്ട് തൻ്റെ കച്ചവട ചരക്കുകൾ വിറ്റഴിക്കുന്ന ആളുകൾ. ഒരുപക്ഷെ നിസാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യം, അയാളുടെ കച്ചവട ചരക്ക് വിറ്റഴിക്കാനല്ലേ എന്ന് നമുക്ക് ന്യായം പറയാം. പക്ഷേ അത് കള്ളസത്യം പറഞ്ഞുകൊണ്ട് അയാൾക്കറിയാം താൻ ചെയ്യുന്നത് കളവാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മേന്മയൊന്നും താൻ വിറ്റഴിക്കുന്ന പ്രൊഡക്റ്റിനില്ല എന്ന് അയാൾക്കറിയാം. എന്നിട്ടും തൻ്റെ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട്, തനിക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അയാളിങ്ങനെ കള്ളസത്യം പറയൽ വലിയ ഗൗരവപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ പറയുന്ന കച്ചവടത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയേറെ മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പല നിലക്കുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ട് അതിൽ തന്നെ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടൊക്കെയാണ് പറയുക. പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കണം. നമുക്കൊരു പക്ഷേ ഇവിടെ 1000 10,000 ലാഭം കിട്ടിയെന്ന് വരാം. പക്ഷെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നമുക്കില്ലെങ്കിൽ ആരോട് നമ്മൾ പോയി പരാതി പറയും? ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം, പലരോടും നമുക്ക് പരാതി പറയാം. പക്ഷേ അള്ളാഹുവിനെക്കുറിച്ച് ആരോട് നമ്മൾ പരാതി പറയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയപ്പെട്ട 3 വിഭാഗത്തിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി
പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.